തൃശൂർ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് കാട്ടാന എത്തി. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പോലീസ് സ്റ്റേഷൻ മതിൽക്കെട്ടിനകത്തേക്ക് കടന്ന കാട്ടാന ഏറെ നേരം അവിടെ നിലയുറപ്പിച്ചു. ആനയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സുരജ് സജി തൃശൂരിൽ ചേർന്നു. സുരജ്, വിവരങ്ങൾ. സുഹൈൽ, നേരത്തെയൊക്കെ ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ഏഴാറ്റുമുഖം ഗണപതി അടക്കം എത്തിയ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ആന ഈ പുറത്തു നിന്ന് ഈ പോലീസ് സ്റ്റേഷനിലെ തെങ്ങിന്റെ പട്ടയൊക്കെ ഒടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും കയറി ഇപ്പോൾ ആന ഈ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറി എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത്. ഇന്ന് പുലർച്ചെയാണ് ആന ഈ പോലീസ് സ്റ്റേഷന്റെ മതിൽക്കെട്ടും കടന്ന് അതിനകത്ത് കയറിയത്. ഈ പോലീസ് സ്റ്റേഷൻ വളപ്പിലുണ്ടായിരുന്ന തെങ്ങിൽ നിന്ന് ഈ ഓലയും അടക്കം ആന ഭക്ഷിച്ചതിന് ശേഷമാണ് മടങ്ങിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ ആദ്യമായാണ് ആന എത്തുന്നത്. ഈ സ്റ്റേഷനിലേക്ക് ആന എത്തിയതിൻ്റെ ഒരു ആശങ്ക അത് പോലീസുകാരെ സംബന്ധിച്ചുണ്ട്. പലപ്പോഴും ഇവർ തന്നെയാണ് ഈ ആനയെ ഈ മേഖലയിൽ ഇറങ്ങുമ്പോൾ തുരത്താറുള്ളത്. എന്തായാലും ആദ്യമായി ആ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്കും ഇപ്പോൾ അതിരപ്പള്ളിയിൽ ആന എത്തിയിരിക്കുന്നു. സുഹൈൽ, സുരജി, നേരത്തെ സുരജ് സൂചിപ്പിച്ച അനുസരിച്ചാണെങ്കിൽ മതിൽക്കെട്ടിന് അപ്പുറത്ത് നിന്നൊക്കെ ആന ചില സമയത്ത് വന്ന് പരിഭ്രാന്തി വരുത്തി ഒന്ന് പേടിപ്പിച്ചു പോകും. ഇപ്പോൾ കയറി മതിലിനകത്തേക്ക് കയറിയിരിക്കുന്നു. ഇനിയും കുറച്ചുകൂടി കൂടുതൽ ജാഗ്രത, ശ്രദ്ധ, ഒപ്പം വനം വകുപ്പിന്റെ ഇടപെടൽ വേണ്ടേ? തീർച്ചയായും സുഹൈൽ, അതായത് ഈ പോലീസ് സ്റ്റേഷന്റെ നേരെ എതിർവശം എന്ന് പറയുന്നത് എണ്ണപ്പനത്തോട്ടമാണ്. അതിനോട് ചേർന്ന് ചാലക്കുടി പുഴയോട് ചേർന്ന് സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സോളാർ ഫെൻസിങ്ങും തകർത്താണ് ആന ഈ ജനവാസ മേഖലയിലേക്കും ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം എത്തിയത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചെല്ലാം തന്നെ ആശങ്ക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൽ പരസ്യ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതാണ്. അവരെ സംബന്ധിച്ച് ഈ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇപ്പോൾ ആന എത്തിയിരിക്കുന്നത്. സുഹൈൽ, ശരി, സൂരജാണ് വിവരം നൽകിയത്.